നമ്മുടെ വൃക്കകളെ കുറിച്ച് പൊതുവെ കേട്ടുവരാറുള്ള ചില തെറ്റിദ്ധാരണകളും അവയുടെ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിയാലോ. ആദ്യത്തേത്, ക്രോണിക് കിഡ്നി ഡിസീസ് വളരെ അപൂർവമായി കണ്ടുവരുന്നതും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമായ ഒരു അവസ്ഥയാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അപൂർവമായി മാത്രമല്ല ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD കണ്ടുവരുന്നത്. പ്രമേഹമാണ് ഇതിനുള്ള ഏറ്റവും പ്രധാന കാരണം. പ്രമേഹമുള്ള 30% ആളുകളിലും ഒരു ഘട്ടത്തിന് ശേഷം ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകും. ഇത് പൂർണ്ണമായും ഭേദമാക്കാനാകില്ല, എന്നാൽ നേരത്തെ കണ്ടെത്തിയാൽ നിയന്ത്രിക്കാനാകും. ഇതിനോട് ചേർത്ത് ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ അക്യൂട്ട് കിഡ്നി ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ് എന്നിങ്ങനെ രണ്ടായാണ് തിരിച്ചിരിക്കുന്നത്. ചില അണുബാധകൾ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ അമിതമായി കഴിക്കൽ, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ പെട്ടെന്ന് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഡിസീസ് അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇത് ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസ് ചികിത്സിച്ച് ഭേദമാക്കാനാകില്ല. ഇനി രണ്ടാമത്തെ കാര്യം, പപ്പായ, ബാർലി വെള്ളം എന്നിവ ക്രോണിക് കിഡ്നി ഡിസീസ് ഭേദമാക്കുമെന്നാണ് പരക്കെയുള്ള ധാരണ. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. പൊട്ടാസ്യത്തിന്റെ അളവ് കുറവുള്ളതിനാൽ വൃക്കരോഗമുള്ളവർക്ക് കഴിക്കാവുന്ന നല്ലൊരു പഴമാണ് പപ്പായ. അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയാൻ പെട്ടെന്ന് സാധിക്കുമെന്നതിനാൽ ബാർലി വെള്ളവും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതിന് രണ്ടിനും ക്രോണിക് കിഡ്നി ഡിസീസ് ഭേദമാക്കാനാവില്ല, എന്നാൽ അതിന്റെ ചികിത്സയിൽ ഫലം ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇടയ്ക്കിടെ നന്നായി മൂത്രമൊഴിക്കുന്നവർ കരുതുന്നത് തങ്ങൾക്ക് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, തീരെ മൂത്രമൊഴിക്കാനില്ലാത്തതും ഇടയ്ക്കിടെ അമിതമായി മൂത്രമൊഴിക്കുന്നതും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുടെ സൂചനയായേക്കാം. അതുകൊണ്ട് തന്നെ തുടർ പരിശോധനകൾ നടത്തുന്നതും ഗുണം ചെയ്യും. 20 ലിറ്റർ വെള്ളമാണ് കിഡ്നി ദിവസേന ഫിൽറ്റർ ചെയ്യുന്നത്. ഇതിൽ 197 ലിറ്റർ പുനരാകിരണം ചെയ്യുകയും ബാക്കിയുള്ള 3 ലിറ്റർ മൂത്രമായി പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഏകദേശം 20 ലിറ്ററോളം മൂത്രമായിരിക്കും ദിവസേന പുറന്തള്ളുക. അതായത് ഇത് നിങ്ങളുടെ വൃക്കകൾ തകരാറിലാണെന്നതിന്റെ പ്രധാന സൂചനയാണ്. ഇനി നാലാമത്തെ കാര്യം നോക്കാം. ധാരാളം വെള്ളം കുടിച്ചാൽ വൃക്ക രോഗം മാറുമെന്ന് കരുതുന്നവരുണ്ട്. ഇതും ശരിയല്ല. ജലാംശം നിലനിർത്തേണ്ടത് കിഡ്നികൾക്ക് മാത്രമല്ല, മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. എന്നാൽ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥകളും ചെയ്യുന്ന ജോലിയും മറ്റു പല കാര്യങ്ങളും അടിസ്ഥാനമാക്കി 3 മുതൽ 4 ലിറ്റർ വരെയാണ് ദിവസേന കുടിക്കാവുന്ന വെള്ളത്തിന്റെ അളവ്. പക്ഷേ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ അളവ് ബാധകമാവില്ല. അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളം കുടിക്കുക.